പ്രൈസ് ദ ലോർഡ്. നമ്മുടെ കർത്താവും നമ്മുടെ രക്ഷിതാവും എൻ്റെ എടുപ്പുകാരനുമെല്ലാമായ യേശു ക്രിസ്തുവിൻ്റെ അതുല്യമായ നാമത്തിൽ എല്ലാ പ്രിയമുള്ളവർക്കും പ്രഭാത വന്ദനം. ദാവീദ് ദൈവത്തിന് ഹിതപ്രകാരമല്ലാത്ത പ്രവൃത്തി ചെയ്തപ്പോൾ ദൈവം പ്രവാചകനായ ഗാദിനെ ദാവീദിൻ്റെ അരികിലേക്ക് പറഞ്ഞയച്ചു. 3 സംവത്സരം ദേശത്ത് ക്ഷാമമുണ്ടാകുകയോ ശത്രുക്കളുടെ വാൾ നിന്നെ തുടർന്നെത്തി 3 മാസം ശത്രുക്കളാൽ നശിക്കുകയോ ദേശത്ത് 3 ദിവസം യഹോവയുടെ വാളായ മഹാമാരി ഉണ്ടാകുകയോ ഏതാകുന്നു നിന്റെ ജീവിതത്തിൽ ഈ തെറ്റിന് ശിക്ഷയായി വേണ്ടത് എന്ന് തിരഞ്ഞെടുത്തു കൊള്ളുവാൻ പറഞ്ഞപ്പോൾ 1 ദിനവൃത്താന്തം 21-ാം അധ്യായം 13-ാം വാക്യത്തിൽ ദാവീദ് ഗാദിനോട് പറയുന്ന വാക്കിങ്ങനെയാണ്: ഞാൻ വലിയ വിഷമത്തിലായിരിക്കുന്നു. ഞാനിപ്പോൾ യഹോവയുടെ കയ്യിൽ തന്നെ വീഴട്ടെ. അവൻ്റെ കരുണ ഏറ്റവും വലിയതല്ലോ. മനുഷ്യൻ്റെ കയ്യിൽ ഞാൻ വീഴരുതേ എന്ന് പറഞ്ഞു. തെറ്റിന് ശിക്ഷ ദാവീദ് അനുഭവിക്കുന്നുണ്ട്. യഹോവ ഒരു മഹാമാരി 3 ദിവസം അയക്കുന്നു. ദാവീദ് നിലവിളിക്കുന്നു, ദൈവം കരുണ കാണിക്കുന്നു. അതാകുന്നു 21-ാം അധ്യായത്തിലെ ചരിത്രം. തെറ്റിനുള്ള ശിക്ഷ നൽകുമ്പോൾ ദാവീദിനൊരു തിരഞ്ഞെടുപ്പിന് അവസരമുള്ളപ്പോൾ ദാവീദ് പറയുന്നത് ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നതാണ് നല്ലത്. കാരണം ദൈവം കരുണയുള്ള ദൈവമാണ്. അവിടുത്തെ കരുണ ഏറ്റവും വലിയതാണ്. ദാവീദിന് തൻ്റെ ദൈവത്തെ നന്നായി അറിയാമായിരുന്നു. ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന് പിൻകാലത്ത് ദാവീദിനെ കുറിച്ച് പറയത്തക്കവണ്ണം ദൈവത്തെ നന്നായി മനസ്സിലാക്കിയ ഒരു വ്യക്തിത്വമായിരുന്നു ദാവീദ്. തെറ്റിന് ശിക്ഷ നൽകുമ്പോൾ പോലും തൻ്റെ ജനത്തെ, തൻ്റെ ഭക്തന്മാരെ നന്നായി മനസ്സിലാക്കുന്ന, അവർ നശിച്ചു പോകുവാൻ അനുവദിക്കാത്ത വലിയ കരുണയുടെ ഉടമസ്ഥനാകുന്നു ദൈവം എന്നുള്ള യാഥാർത്ഥ്യം ദാവീദിന്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. ദാവീദ് ദൈവത്തിൽ ആശ്രയിക്കാനും ദൈവത്തിൽ ധൈര്യപ്പെടാനും ദൈവത്തോടു കൂടെ നടക്കാനും ഒക്കെ തയ്യാറാകുന്നതിൻ്റെ പിന്നിലെ യാഥാർത്ഥ്യം ഇതാകുന്നു: ദൈവം കരുണയുള്ള ദൈവമാണ്. അവിടുത്തെ കരുണ ഏറ്റവും വലിയതാകുന്നു. ഈ നല്ല ദൈവത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ പ്രിയരെ? തെറ്റ് ചെയ്യുമ്പോൾ പോലും അതിന് ശിക്ഷ നൽകുമ്പോൾ ദൈവം തൻ്റെ ജനത്തോട് കരുണ കാണിക്കുന്ന ദൈവമാണ്. ഇന്ന് പ്രഭാതത്തിൽ ഈ ദൈവത്തിൻ്റെ കരുണയുടെ ആഴം ജനം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. കരുണയും ദയയും ദീർഘക്ഷമയും മഹാദയും ഒക്കെയുള്ള അത്ഭുതവാനായ ദൈവത്തിൻ്റെ അരികിൽ അടുത്തു വരാൻ, ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിതരാകാൻ തയ്യാറാകുന്നതിനേക്കാൾ ഉത്തമമായത് എന്താണ് പ്രിയരേ ഉള്ളത്? ദാവീദിന്റെ ജീവിതത്തിൽ മറ്റാരേക്കാളും അധികം ദാവീദ് ദൈവത്തെ സ്നേഹിച്ചിരുന്നു. ദൈവത്തെ ആരാധിക്കുന്ന ഏറ്റവും നല്ല ആരാധകനായിരുന്നു ദാവീദ്. ദാവീദിന് ഏറ്റവും അധികം പ്രതിപത്തി ഉണ്ടായിരുന്നത് ദൈവത്തോടായിരുന്നു. കാരണം ദാവീദ് മനസ്സിലാക്കിയ ദൈവം ഏറ്റവും വലിയ കരുണയുടെ ഉടമസ്ഥനായിരുന്നു. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവം കരുണയുള്ള ദൈവമാണ്. നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മെ മനസ്സിലാക്കുവാനും നമ്മുടെ പ്രകൃതി അറിഞ്ഞ് നമ്മോട് ഇടപെടാനും കഴിയുന്ന
നമ്മുടെ വിഷമസന്ധിയിൽ നമ്മുടെ അടിയിലേക്ക് ഇറങ്ങി വന്ന് നമ്മെ ആശ്വസിപ്പിക്കാനും ധൈര്യപ്പെടുത്താനും ഒക്കെ തയ്യാറാകുന്നു. നമ്മിൽ തെറ്റുകൾ സംഭവിച്ചാലും ശിക്ഷിക്കുമ്പോൾ പോലും അവിടുത്തെ കരുണ അവിടുന്ന് മാറ്റി നിർത്തുന്നില്ല. എത്ര നല്ല ദൈവമാണല്ലേ! ദൈവത്തിൽ ആശ്രയിക്കാം, ധൈര്യപ്പെടാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, കരുണയുള്ള അവിടുത്തെ, ഏറ്റവും വലിയ കരുണയുടെ ഉടമസ്ഥനായ അവിടുത്തെ ആ സ്വഭാവത്തിൻ്റെ സവിശേഷത ദാവീദ് തിരിച്ചറിഞ്ഞ് അങ്ങയിൽ ആശ്രയിച്ചല്ലോ. യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത് മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ എന്ന് ദാവീദ് പാടിയതിൻ്റെ അർത്ഥം ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരും തിരിച്ചറിയട്ടെ. അങ്ങയുടെ സഖിത്വം ഇന്ന് പകലും നിന്റെ ജനത്തോട് കൂടെ ഇരിക്കണം. എല്ലാ മഹത്വവും അങ്ങേക്ക് വരണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ സ്വർഗീയ നല്ല പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.